അങ്ങനെ സൺഡേ ഉച്ചയ്ക്ക് ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ എവിടെ പോകണമെന്ന് അറിയാൻ വയ്യാതെ നേരെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോയത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ സൈഡിലോട്ടാണ്. അവിടെ പോയി കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ കുളത്തിൻ്റെ സൈഡിൽ നല്ല തണലൊക്കെ ഉള്ളത് നോക്കി നിന്ന്. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കുന്നത് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് നടന്ന് അവിടെ തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് ഉണ്ടല്ലോ. കമ്മൽ, വള, മാല, പിന്നെ സ്വീറ്റ്സ്, സാരി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കണ ഈ കമ്മൽ ഇവിടെ നിന്ന് കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ മേടിച്ചായിരുന്നു. എനിക്കെന്തോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം ഉണ്ടായത് കൊണ്ട് നമ്മൾ കുതിരമാളികയിലും കൂടെ ഒന്ന് കയറായിരുന്നു. പിന്നെ ഇവിടെ ഈ കാണിക്കുന്നുണ്ടോ, ഇത് ഞാൻ പട്ടി ഷോ ഇറക്കുന്നതാണ് ഗൈസ്. ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുള്ള എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ ഇവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എക്സ്ട്രാ അടയ്ക്കണം, 500 രൂപ. ഞാനതൊന്നും അടച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും കുറച്ച് ഡോഗ് ഷോ വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഈ ഔട്ട്ഫിറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. ആൻഡ് ഒരു ജീൻസ്, ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ച ജീൻസാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവാം, അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഓടുന്ന വഴിക്ക് മിക്കവാറും എൻ്റെ ഓട്ടം വെച്ചിട്ട് എൻ്റെ പല്ലിടിച്ച് വീഴാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഓടി. പക്ഷേ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഇത് കണ്ടോ, നല്ല ബാൻഡ്, ബാക്ക് പൈപ്പൊക്കെ ഉള്ള ഒരു ബാൻഡ്. എന്ത് ബാൻഡാണെന്ന് അറിയത്തില്ല, പക്ഷേ ആർമിക്കാരുടെ ആയിരുന്നു. അവർ 26th റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടായിരിക്കണം തോന്നുന്നു, അതിൻ്റെ തലേദിവസം എന്നാണ് നമ്മളിവിടെ പോയത്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീ പത്മനാഭ ഹോട്ടലിൽ കയറി നല്ല ഷേക്കും ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. വേറെ ചായയോ കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ പരിപ്പോടെ കഴിച്ചു, അതുപോലെ തന്നെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഈ ഔട്ട്ഫിറ്റും ഈ വെയിലും ഈ ആകാശവും ഒക്കെ എനിക്കെന്തോ ഭയങ്കര ഒരു ബ്ലെൻഡ് ആകുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. എൻ്റെ ഈ ലിപ് ഷെയ്ഡും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് ഭയങ്കര ടയർഡായിട്ട് വീട്ടിലോട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം കഥയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.